നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ വൃശ്ചികം 1 നട തുറന്നിട്ടുണ്ടായിരുന്നു. ഭക്തരുടെ ഒഴുക്കാണ് അവിടേക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ പ്രാവശ്യത്തിലുപരി ഇത്തവണയും നല്ല രീതിയിൽ തന്നെ ശബരിമലയിൽ ഭക്തർക്ക് ദർശനം സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടിരിക്കുന്നത്. ശബരിമലയിൽ ഭയാനക സാഹചര്യമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പ്രസ്താവനയിലും ഇപ്പോൾ പിണറായി സർക്കാരിന് അതൃപ്തി ഉണ്ട്. മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയും ജയകുമാർ ആരോപിച്ചിരുന്നു. ഇത് രണ്ടും സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ്. പ്രതിപക്ഷം പോലും ഈ വാക്കുകൾ ഏറ്റെടുത്തു. അത്തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവനകൾ അരുതെന്ന് ജയകുമാറിനെ സർക്കാർ സന്ദേശം കൈമാറിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ശബരിമലയിൽ ഭക്തരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ ജയകുമാർ സംസാരിച്ചത് ശരിയല്ലെന്ന തരത്തിലാണ് സർക്കാരിന്റെ നിരീക്ഷണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് തിരിച്ചടിയാകുമെന്ന ഭയം CPM-നുണ്ട്. അതുകൊണ്ട് വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് ജയകുമാറിനോട് CPM നിർദ്ദേശിക്കും. ഇന്നലെ ഉണ്ടായ തിക്കിലും തിരക്കിലും പിന്നാലെ സന്നിധാനത്ത് നിയന്ത്രണം കർശനമാക്കിയതോടെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പാളിച്ചുകൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ തീർത്ഥാടകരെ നിലയ്ക്കൽ തടഞ്ഞു നിർത്തി നിയന്ത്രിച്ചാണ് പമ്പയിലേക്ക് പോകാൻ അനുവദിക്കുന്നത്. രാത്രിയിലെത്തിയ തീർത്ഥാടകരുടെ മുഴുവൻ വാഹനങ്ങളും നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കയറ്റിയിട്ടു. അതിലെ തീർത്ഥാടകരോട് വിശ്രമിച്ച് പതുക്കെ മാത്രം പമ്പയിലേക്ക് പോകാനാണ് പോലീസ് പറഞ്ഞത്. തിരക്ക് കുറയ്ക്കാൻ ജയകുമാർ വെച്ച നിർദ്ദേശമാണ് ഇത്. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് സെന്ററും കൂട്ടി. അതിനിടെ NDRFന്റെ ആദ്യ സംഘം സന്നിധാനത്തെത്തി. തൃശൂരിൽ നിന്നുള്ള 35 അംഗ സംഘമാണ് എത്തിയത്. രണ്ടാം സംഘം ഇന്ന് രാത്രിയോടെ എത്തുമെന്നാണ് വിവരം. പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ഭൂരിപക്ഷവും KSRTC ബസ്സുകൾ മാത്രമാക്കി. പമ്പയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മിനിറ്റിൽ 3 മുതൽ 5 വരെ ബസ്സുകൾ അയച്ച സ്ഥാനത്ത് ഇന്ന് നിയന്ത്രിച്ചു മാത്രമാണ് ബസ്സുകൾ പോകാൻ അനുവദിക്കുന്നത്. അതേസമയം ദർശനം കഴിഞ്ഞ് പമ്പയിലെത്തിയ തീർത്ഥാടകരെ നിലയ്ക്കൽ എത്തിക്കാൻ നിരനിരയായി ബസ്സുകൾ കാത്തുകിടക്കുകയാണ്. തീർത്ഥാടകർ കയറിയാൽ അപ്പോൾ തന്നെ ബസ് വിട്ടുപോകും. കഴിഞ്ഞ ദിവസം രാത്രി ഹരിവരാസനം ചൊല്ലി നട അടച്ചപ്പോൾ 18-ാം പടി കയറാനുള്ള നിര മരക്കൂട്ടം വരെ ഉണ്ടായിരുന്നു. അവരെ രാത്രി നട അടച്ച ശേഷവും 18-ാം പടി കയറ്റി തിരക്ക് കുറച്ചു. ഇന്ന് പുലർച്ചെ 3-ന് നട തുറന്ന ശേഷം വടക്കേ നടയിലൂടെ അവർക്ക് ദർശനത്തിനും അവസരം നൽകി. എരുമേലി പമ്പ പാതയിൽ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് ഇന്നലെ തിരക്ക് നിയന്ത്രിച്ചത്. ഇന്ന് വഴിയിൽ വാഹനങ്ങൾ തടഞ്ഞില്ല. 2 ദിവസം കൊണ്ട് പൂർണ്ണ തോതിലെല്ലാം ശരിയാക്കാമെന്നാണ് നിഗമനം. എന്നാൽ ശനിയും ഞായറും കൂടുതൽ പേരെത്തിയാൽ പ്രതിസന്ധി രൂക്ഷമാകാനും സാധ്യതയുണ്ട്. 18-ാം പടി കയറാനുള്ള ക്യൂ നിലവിൽ ശരംകുത്തി വരെ മാത്രമാണ്. സന്നിധാനവും പമ്പയും പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. വരി തെറ്റിച്ച് 18-ാം പടിയിലേക്ക് പോകാൻ ആരെയും അനുവദിക്കുന്നില്ല. ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് സുരക്ഷിതവും സുഗമവുമായ ദർശനം ഒരുക്കുന്നതിനായി NDRFന്റെ ആദ്യ സംഘം സന്നിധാനത്ത് സജീവമായിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള രണ്ടാം സംഘം രാത്രിയോടെ പമ്പയിലെത്തും. 40 പേരാണ് ഈ സംഘത്തിലുള്ളത്. 1.25 ലക്ഷത്തിലേറെ പേരാണ് ഇന്നലെ സന്നിധാനത്തിലെത്തിയത്. എന്നാൽ ഇവരിൽ 87,000 പേരുടെ എണ്ണം മാത്രമേ രേഖപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. ഇന്നലെ വൈകിട്ട് സന്നിധാനത്ത് എത്തിയവരാണ് രാവിലെ ദർശനം നടത്തുന്നത്. തീർത്തും ശാന്തവും സമാധാനപൂർണവുമാണ് നിലവിലെ സ്ഥിതിഗതികൾ. ശബരിമലയിലെ തിരക്ക് കണക്കിലെടുത്ത് പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും നിലയ്ക്കലിലേക്ക് മാറ്റി. 7 കൗണ്ടറുകളാണ് ഇതിനായി തുറന്നിട്ടുള്ളത്. 20,000 നിലയ്ക്കലിലെ പരമാവധി സ്പോട്ട് ബുക്കിംഗ്. ഈ പരിധി എത്തിയാൽ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കും. ഡിസംബർ 10 വരെ ഓൺലൈൻ ബുക്കിംഗ് ഒഴിവില്ലാത്തതിനാൽ സ്പോട്ട് ബുക്കിംഗ് കൂടുതലായി ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത്. അതിനിടെ സ്പോട്ട് ബുക്കിംഗിനെ ചൊല്ലി നിലയ്ക്കലിൽ തർക്കമുണ്ടായി. 7 കൗണ്ടറുകൾ തുറക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും 5 കൗണ്ടറുകൾ മാത്രമാണ് തുറന്നതെന്നും മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണെന്നും ഭക്തർ പറയുന്നു. പമ്പയിൽ തീർത്ഥാടകർ കൂടുതൽ സമയം കാത്തു നിൽക്കുന്നത് ഒഴിവാക്കാനാണ് സ്പോട്ട് ബുക്കിംഗ് നിലയ്ക്കലിലേക്ക് മാറ്റിയത്. ഇന്നലെ ഉണ്ടായ അതിഗുരുതര സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ കുറുക്കുവഴികളിൽ തീർത്ഥാടകർ ഇറങ്ങാതെ ഇരിക്കാൻ നിരീക്ഷണം കർശനമാക്കും. ഭക്തരുടെ വലിയ തിരക്ക് കണക്കിലെടുത്ത് ശബരിമലയിൽ ഇന്നു മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സ്പോട്ട് ബുക്കിംഗ് 20,000 പരിമിതപ്പെടുത്തി. പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ ശബരിമല ദർശനം പൂർത്തിയാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഭക്തർക്ക് മടങ്ങിപ്പോകാൻ സാഹചര്യമൊരുക്കും. കൂടുതലായി ഭക്തർ എത്തിയാൽ അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് തൽക്കാലം നിർത്തിവെച്ചു. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. ഭക്തർക്ക് തങ്ങാൻ നിലയ്ക്കലിൽ സൗകര്യമൊരുക്കും. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കും. മരക്കൂട്ടം, ശരംകുത്തി, സന്നിധാനം പാതയിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കും.
ക്യൂ കോംപ്ലക്സുകളിൽ എല്ലായിടത്തും ഭക്തർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും ചുക്ക് കാപ്പിയും നൽകും. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി തൃശൂരിൽ നിന്നുള്ള NDRFന്റെ ആദ്യ സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള അടുത്ത സംഘം ഇന്ന് വൈകിട്ടോടെ എത്തും. സന്നിധാനത്ത് ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ലെന്നാണ് വിവരം. രാവിലെ നട തുറന്നത് മുതൽ സുഗമമായി ഭക്തർ ദർശനം നടത്തുന്നുണ്ട്. സന്നിധാനത്ത് തിരക്ക് പരിഗണിച്ച് മാത്രമാണ് നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. ഇന്നലെ ശബരിമല വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത്. ദർശനത്തിനായി 8 മണിക്കൂറിലധികം കാത്തുനിന്ന തീർത്ഥാടകരിൽ പലരും കുഴഞ്ഞു വീണു. തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം പാളിയതാണ് കാരണമെന്നും ചൂണ്ടിക്കാട്ടി ഇന്നലെ വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. തുടർന്ന് ദർശന സമയം അടക്കം നീട്ടി തിരക്ക് നിയന്ത്രിച്ചു. മുന്നൊരുക്കങ്ങൾ പാളി. ക്യൂ നിൽക്കുന്നവർക്ക് കുടിവെള്ളം കൊടുക്കാൻ സംവിധാനമില്ല. തീർത്ഥാടകർ തളർന്നു വീണു. സഹായത്തിന് കേന്ദ്രസേന എത്തിയില്ല. ഫണ്ട് ഇല്ലാത്തതിനാൽ സേഫ് സോൺ പ്രവർത്തനം നിർജീവമാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള മുന്നൊരുക്കങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ സർക്കാരും ദേവസ്വം ബോർഡും കാണിച്ച താൽപര്യം ഇത്തവണ ഉണ്ടായില്ല. തീർത്ഥാടനത്തിന് നട തുറക്കുന്ന ദിവസം ദേവസ്വം മന്ത്രി പമ്പയിലും സന്നിധാനത്തുമെത്തി അവസാനവട്ട തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതാണ്. അത് ഇത്തവണ ഉണ്ടായില്ല. ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കിട്ടില്ലെന്ന് വന്നതോടെ കാര്യമായ ക്രമീകരണങ്ങൾ നടത്താതെയാണ് പഴയ ബോർഡ് സ്ഥാനം ഒഴിഞ്ഞത്. നട തുറക്കുന്നതിന്റെ തലേദിവസമാണ് K. ജയകുമാർ പ്രസിഡന്റായ പുതിയ ബോർഡ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനാൽ തീർത്ഥാടനം തുടങ്ങിയിട്ടും ദേവസ്വം ബോർഡിന്റെ ക്രമീകരണങ്ങളായില്ല. സ്വർണ്ണക്കൊള്ളയെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘവും അമിക്കസ് ക്യൂറിയും വിജിലൻസും പിടിമുറുക്കുകയും പരിശോധന കർശനമാക്കുകയും ചെയ്തതോടെ കൃത്യമായ ഉത്തരവുകളില്ലാതെ ഉയർന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ ആരും തന്നെ വേണ്ട ക്രമീകരണങ്ങൾക്ക് മുൻകൈ എടുക്കാതെ മടിച്ചു നിൽക്കുകയാണ്. ഇതും ദേവസ്വം ബോർഡിന്റെ തീർത്ഥാടന ഒരുക്കങ്ങളെ ബാധിച്ചു. തളർന്നു വീഴുന്നവരെ ദുരന്ത നിവാരണ സേന അപ്പോൾ തന്നെ സ്ട്രക്ചറിൽ ചുമന്ന ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും അഗ്നിരക്ഷാ സേന മാത്രമാണുള്ളത്. പണ്ട് അയ്യപ്പ സേവ സംഘമായിരുന്നു സൗജന്യ സേവനമായി സ്ട്രക്ചർ ചുമന്നിരുന്നത്. തീർത്ഥാടകർ തളർന്നു വീഴുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്താൽ സംഘം പ്രവർത്തകർ ഓടിയെത്തി ആശുപത്രിയിൽ എത്തിക്കുമായിരുന്നു. സംഘത്തിന് ശബരിമലയിൽ നിരോധിച്ചത് കാരണം അവർ സേവനത്തിനില്ല. ദിവസവേതനത്തിന് ദേവസ്വം ബോർഡ് കുറച്ചുപേരെ സ്ട്രക്ചർ ചുമക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ സേവനം കാര്യമായി തീർത്ഥാടകർക്ക് ലഭിക്കുന്നില്ല. 18ാം പടി കയറാൻ 10 മണിക്കൂറിൽ കൂടുതൽ കാത്തു നിൽക്കേണ്ടി വന്നവർക്ക് ദാഹജലം കൊടുക്കാൻ വേണ്ടത്ര ജീവനക്കാരെ എത്തിക്കുന്നതിലും ദേവസ്വം ബോർഡ് പൂർണ്ണമായും പരാജയപ്പെട്ടു. 18ാം പടി കയറാനുള്ള നീണ്ട നിര ഇന്നലെ അപ്പാച്ചിമേട് വരെ തീർത്ഥാടകരെ ക്യൂ നീണ്ടു. ശനംകുത്തിയിൽ തിളപ്പിക്കുന്ന ചുക്കുവെള്ളം പൈപ്പ് വഴി സന്നിധാനം വലിയ നടപന്തൽ വരെ എത്തിക്കുന്നുണ്ട്. ക്യൂ നിൽക്കുന്നതിന്റെ വശങ്ങളിൽ ഏതാനും സ്ഥലത്ത് ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. തീർത്ഥാടകർ അതിൽ നിന്ന് വെള്ളം പിടിച്ചു കുടിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിഗമനം. അതിനാൽ ക്യൂ നിൽക്കുന്നവർക്ക് ചുക്കുവെള്ളം കൊടുക്കാൻ താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കുറച്ചു. മതിൽ പോലെ തീർത്ഥാടകർ തിങ്ങി നിറഞ്ഞ ക്യൂ നിൽക്കുന്നതിനാൽ ചുക്കുവെള്ളം കിട്ടുന്ന ടാപ്പ് ഭൂരിഭാഗം പേരുടെയും ശ്രദ്ധയിൽ വരില്ല. അതിനാൽ ദാഹജലം കിട്ടാതെ നിരവധി പേർ തളർന്നു വീണു. 10 മണിക്കൂർ വരെ ക്യൂ നീണ്ടതോടെ ഭക്ഷണം കഴിക്കാതെ നിരവധി പ്രമേഹ രോഗികളായ തീർത്ഥാടകരും തളർന്നു വീണു. മുൻ വർഷങ്ങളിൽ ക്യൂ നിൽക്കുന്നവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്താറുണ്ട്. ഇത്തവണ 2 സ്ഥലത്ത് മാത്രമാണ് ബിസ്ക്കറ്റ് വിതരണം നാമമാത്രമായി നടന്നത്. കഴിഞ്ഞ വർഷം 18ാം പടി കയറ്റാൻ പ്രത്യേക പരിശീലനം നൽകിയ പോലീസുകാരെയാണ് ഇറക്കിയത്. ഇത്തവണ ഇക്കാര്യത്തിൽ പോലീസ് വേണ്ട താല്പര്യം കാണിച്ചില്ല. KPയുടെ വിവിധ ബറ്റാലിയനിൽ നിന്നുള്ള പോലീസുകാരെയാണ് ഇത്തവണ രംഗത്തിറക്കിയത്. കഴിഞ്ഞ വർഷം മിനിറ്റിൽ 80 മുതൽ 85 വരെ പേരെ ഈ പടി കയറ്റിയ സ്ഥാനത്ത് ഇപ്പോൾ 50-ൽ താഴെ പേരെ മാത്രമാണ് പടി കയറ്റിയത്. വേഗം കുറഞ്ഞതോടെ ക്യൂവിന്റെ നീളം കൂടി. മിക്കപ്പോഴും ദർശനത്തിനായി മേൽപ്പാലത്തിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത്.